കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരായിക്കടവ് തൂക്കുപാലം പൂർണ്ണനാശത്തിലെത്തും മുന്നേ നവീകരിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരിമ്പുഴക്കാർ ഇനി കയറിയിറങ്ങാൻ സർക്കാർ ഓഫീസുകളൊന്നും ബാക്കിയില്ല. കരിമ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്നത്. തോട്ടരയും പൊമ്പ്രയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് കരിമ്പുഴയ്ക്ക് കുറുകെ തൂക്കുപാലം നിർമ്മിച്ചത്. ഒരേ സമയം 15ഓളം പേർക്ക് നടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം. രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ അനുഗ്രഹമായിരുന്നു. എന്നാൽ 2018 പ്രളയം മുതൽ പാലത്തിന്റെ നല്ല കാലം അവസാനിച്ചു തുടങ്ങി. നവീകരണം ആവശ്യപ്പെട്ട് അന്നു മുതലേ കരിമ്പുഴക്കാരും പൊമ്പ്രക്കാരും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകൾ ഒന്നും ഇനി ബാക്കിയില്ല. MLA, MP ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലും വിഷയം പെടുത്തിയിരുന്നെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. നടക്കാനായി വിരിച്ച ഇരുമ്പുപാളികളെല്ലാം തുരുമ്പെടുത്തു തുടങ്ങി. ഇങ്ങനെ തുളവീണ ഭാഗങ്ങളിൽ കാൽ കുടുങ്ങാതിരിക്കാൻ കവുങ്ങുപാളി നിരത്തിയിരിക്കുകയാണെന്ന് പ്രദേശവാസിയായ അക്ബർ തോട്ടര പറയുന്നു. ആൾക്കാർക്ക് സ്കൂൾ കുട്ടികൾക്ക് ഇതിനെ പോകാൻ പറ്റുന്നത്. ഇതൊരു ഭാഗം ഇരുവശങ്ങളിലുള്ള സംരക്ഷണ വലകൾ തുരുമ്പെടുത്തും അല്ലാതെയും നശിച്ചു. ബാക്കിയുള്ളവ താഴെ വീഴാതിരിക്കാൻ കയർ ഉപയോഗിച്ച് നാട്ടുകാർ കെട്ടിവെച്ചതും കാണാം. ഭയത്തോടെയാണ് ഇന്നും പാലത്തിലൂടെ നടക്കുന്നത്. ഇതൊന്ന് ശരിയാക്കി തരണമെന്നാണ് വിദ്യാർത്ഥിയായ അദ്വൈതിന് അധികാരികളോട് പറയാനുള്ളത്. പാലം പൊട്ടിയെടുത്ത് കൂടെയൊക്കെ കവുങ്ങൊക്കെ ഇട്ടിക്കാണ്. അത് ഈ സംരക്ഷണ വേലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്, കാലുള്ളിൽ കൂടെ പോകുമെന്നൊക്കെ. പിന്നെ ഞങ്ങൾ ഡെയിലി ഇത് കൂടെ പോകുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ്. ഇതിൻ്റെ ആൾക്കാരാരാച്ചാൽ ഒന്ന് വന്നിട്ട് സഹകരിക്കുക, പറയുക. MLA, MP, ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവരെ വിഷയം നേരിട്ടും അല്ലാതെയും പലതവണ അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പാലം സ്വാഭാവിക നാശത്തിലേക്ക് പതിക്കുന്നതിന് മുന്നേ നവീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ അസീസ് കൊൽക്കാട്ടിൽ ആവശ്യപ്പെട്ടു. കണ്ടമാനം കുട്ടികൾ തന്നെ ഈ പാലത്തിന്മേൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണതാണ്. അതുകൊണ്ടത് പെട്ടെന്ന് എന്തായാലും ചെയ്തിട്ടത് പരിഹരിക്കാനുള്ളൊരു നടപടി നിങ്ങൾ ഭരണകൂടം കണ്ടെത്തണം. അല്ലെങ്കിൽ ഭയങ്കര ഒരു ദയനീയാവസ്ഥയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറേ ഇപ്പോൾ 5-6 വർഷമായി ഇതിങ്ങനെ ഈ അവസ്ഥയിലായിട്ട്. അപ്പം ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. ഇതുവരെ അതിനൊരു പരിഹാരം പഞ്ചായത്തും കണ്ടില്ല, MLA കണ്ടില്ല, MP കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. കരിമ്പുഴയിൽ നിന്നും പൊമ്പ്രയിലേക്കും തിരിച്ചും നിരവധി ആളുകൾ ഈ പാലത്തെ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.